ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോറിലേറ്റീവ് കൺജക്ഷനായ നോ സൂണർ ദാൻ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കൺജക്ഷൻസ് പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതിൽ കോറിലേറ്റീവ് കൺജക്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നോ സൂണർ ദാൻ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. സിമ്പിളാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. കണ്ടിഷ്ടപ്പെടുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കാട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നോ സൂണർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഉടൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പെട്ടെന്ന്, ഉടൻ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോ സൂണർ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഒരു സംഭവം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആസ് സൂൺ ആസ് എന്ന് പറയുന്നത് അല്ലേ. ഉടൻ, പെട്ടെന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ് സൂൺ ആസും പഠിക്കുന്നത്. അതേ സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് നോ സൂണറും യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ആസ് സൂൺ ആസിൽ നിന്നും കുറച്ച് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഡോക്ടറെ കണ്ട ഉടനെ അവൻ്റെ പനി മാറി. ഡോക്ടറെ കണ്ട ഉടനെ അവൻ്റെ പനി മാറി. ഇവിടെ നമ്മൾ ആസ് സൂൺ ആസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പറയാം? ആസ് സൂൺ ആസ് ഹി സോ ദ ഡോക്ടർ ഹിസ് ഫീവർ വെന്റ് അവേ. ഡോക്ടറെ കണ്ടയുടനെ അവൻ്റെ പനി മാറി. വെന്റ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി പോയി, പനി മാറി എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ ആസ് സൂൺ ആസ് യൂസ് ചെയ്തതിന് ശേഷം സബ്ജക്റ്റ്, അതിന് ശേഷം നമ്മുടെ വെർബ് പാസ്റ്റിലാണ് വന്നിട്ടുള്ളത് അല്ലേ. പനി മാറി. ഇനി ഇത് നോ സൂണർ യൂസ് ചെയ്യുമ്പം എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് ഇതിനൊരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞു തരാം. നോ സൂണർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓക്സിലറി വേണം. അതായത് ഡിഡ് പ്ലസ് സബ്ജക്റ്റ്, അതിനുശേഷം നമ്മുടെ വെർബ് V1 ഫോമിലായിരിക്കണം ഒരു സ്ട്രക്ചർ. രണ്ടാമത്തേത് നോ സൂണർ പ്ലസ് ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 ഫോം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മത്സര പരീക്ഷകളിലൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് നോ സൂണർ വേഗം മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഡിഡോ ഹാഡോ ഉണ്ടായിരിക്കും. ഇനി അത് കഴിഞ്ഞ വേർബ് ഹാഡിൻ്റെ കൂടെ V3, ഡിഡിൻ്റെ കൂടെ V1. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് കൂട്ടി യോജിപ്പിക്കാനായിട്ടുള്ള കൺജക്ഷൻ ഇതിൻ്റെ കൂടെ ഏത് സമയത്തും ദാൻ എന്നാണ് ഉണ്ടായിരിക്കുക. ദാറ്റ് അല്ല, ദ അല്ല, വെൻ അല്ല, ദാൻ ആണ് ഉണ്ടായിരിക്കുക. ഇതും കൂടി മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ സെൻറ്റൻസിലേക്ക് കടക്കാം. ഡോക്ടറെ കണ്ട ഉടനെ അവൻ്റെ പനി മാറി എന്നല്ലേ. അത് ആസ് സൂൺ ആസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നോ സൂണർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പറയാം? അപ്പോൾ ആസ് സൂൺ ആസ് യൂസ് ചെയ്തുകൊണ്ടുള്ള സെൻറ്റൻസ് ഇതാണ്. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ നോ സൂണർ ദാൻ യൂസ് ചെയ്യാമെന്ന് നോക്കാം. നോ സൂണർ, അതിനുശേഷം നമ്മുടെ സ്ട്രക്ചർ എന്താണ്? ഒരു ഓക്സിലറി ആണല്ലോ. അപ്പോൾ ഡിഡ് യൂസ് ചെയ്യാം. നോ സൂണർ ഡിഡ്. ഡിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സബ്ജക്റ്റ് ഹി ആണ്. ഹി, നോ സൂണർ ഡിഡ് ഹി. പിന്നെന്താ വരിക? നമ്മുടെ വെർബ് V1 ഫോമിലാണ്. നമ്മുടെ വെർബ് എന്തായിരുന്നു? സോ എന്നാണ്. സോൻ്റെ V1 എന്താണ്? സി എന്നാണ് അല്ലേ. അപ്പോൾ നോ സൂണർ ഡിഡ് ഹി സീ ദ ഡോക്ടർ. ഇനി നമ്മുടെ കൺജക്ഷനായിട്ട് ദാൻ യൂസ് ചെയ്യണം. ദാൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ. ദാൻ എന്നിട്ട് എന്താണ്? അവൻ്റെ പനി മാറി എന്നാണ്. ഹിസ് ഫീവർ വെന്റ് അവേ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നോ സൂണർ ദാൻ യൂസ് ചെയ്യേണ്ടത്. അപ്പം നോ സൂണർ ദാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഡിഡ് ആണെങ്കിൽ V1 ഫോം, അതിനുശേഷം നമ്മുടെ ദാൻ യൂസ് ചെയ്ത് കൺജക്ഷനായിട്ട് യൂസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിങ്ങനെ ഹാഡ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇതേ സെൻറ്റൻസ് തന്നെ പറയാം. നോ സൂണർ ഹാഡ് ഹി, എന്തായിരിക്കും വെർബ് വരിക? V3 ഫോമാണല്ലേ. അപ്പം സോൻ്റെ V3 എന്താണ്? സീൻ എന്നാണ്. അപ്പോൾ സീൻ ദ ഡോക്ടർ. ഇനി നമ്മളവിടുത്തെ കൺജക്ഷൻ എന്താണ്? ദാൻ എന്നാണ്. ദാൻ ഹിസ് ഫീവർ വെന്റ് അവേ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായല്ലോ. നമ്മുടെ സ്ട്രക്ചർ പഠിക്കുക, അതിനുശേഷം നോ സൂണർ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും അല്ലേ. അതിൻ്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ അപ്പം ആസ് സൂൺ ആസ് യൂസ് ചെയ്യുന്ന അതേ സിറ്റുവേഷനിൽ തന്നെയാണ് നമ്മൾ നോ സൂണർ ദാൻ എന്ന് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമുക്ക് മത്സര പരീക്ഷകളിലാണ് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.